രണ്ട് കൂട്ടുകാർ ഭയങ്കര ഇഷ്ടം. പരസ്പരം എല്ലാ വീട്ടുകാര്യങ്ങളും ഷെയർ ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നു. ഒരു വിഷമം വരുമ്പോൾ പരസ്പരം ആശ്വസിപ്പിക്കുന്നു. എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും ഷെയർ ചെയ്യുന്നു, വീട്ടുകാര്യങ്ങൾ പറയുന്നു. എപ്പോഴും വിളിക്കും, എപ്പോഴും മെസ്സേജ് അയക്കും, എല്ലാം ചെയ്യും. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ എണ്ണങ്ങളും അളവുകളൊക്കെ കുറഞ്ഞു തുടങ്ങി, വിളി കുറഞ്ഞു തുടങ്ങി, മെസ്സേജ് കുറഞ്ഞു തുടങ്ങി. അപ്പോൾ ഒരാൾക്കെന്നല്ല, രണ്ടുപേർക്കും തന്നെ ചിലപ്പോൾ വിഷമം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ജീവിത സാഹചര്യം, തിരക്ക് കൂടി, കുടുംബ പ്രാരാബ്ദം കൂടി, കുടുംബകാര്യങ്ങൾ കൂടിയപ്പോൾ പരസ്പരം വിളിക്കലില്ല, കുറയലില്ലെന്ന്. പക്ഷേ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം മാത്രം ഒരു മെസ്സേജിൽ ഒതുക്കുക, ഒറ്റ മെസ്സേജ്, ഒരു സെൻറ്റൻസ്, പിന്നെ അപ്പം തന്നെ റിപ്ലൈ വരാതിരിക്കുക, അങ്ങനെയൊക്കെ ആയിക്കഴിയുമ്പോഴേക്കും ചിലപ്പോൾ രണ്ടുപേരും ഒരുപോലെ ആയിരുന്നെന്നുണ്ടെങ്കിലും പക്ഷെ ഒരാൾക്കത് പറ്റാത്തൊരവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാമോ? ഞാൻ എൻ്റെ ഒരു ഐഡിയ പറയട്ടെ, എനിക്കറിയില്ല, പരീക്ഷിച്ച് നോക്കണം. നമുക്ക് അങ്ങോട്ട് പറയാനുണ്ടാവാം, പക്ഷെ അവിടെ നിന്നുള്ളതൊന്നും കേൾക്കണ്ട. കാരണം അവർക്ക് താല്പര്യമില്ല, നമ്മൾ ഇങ്ങോട്ട് മെസ്സേജ് ഇടാനോ ഇങ്ങോട്ട് വിളിക്കാനോ ഇങ്ങോട്ട് സംസാരിക്കാനോ താല്പര്യമില്ല. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ട് ഡിമാൻഡ് കാണിക്കേണ്ട ആവശ്യമില്ല, നമുക്കും ഉണ്ട് സെൽഫ് റെസ്പെക്റ്റ്. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ? നമുക്ക് പറയാനുള്ളത് നമ്മുടെ വിശേഷമാണ്. അതായത് നമ്മൾ ഒട്ടും മോശമൊന്നുമല്ല, നമുക്ക് യാതൊരു തരത്തിലുള്ള മെൻ്റലായിട്ടുള്ള പ്രശ്നങ്ങളില്ല, നമ്മൾ ഹാപ്പി ആയിട്ടു എന്ന് അവരെ അറിയിപ്പിക്കണം. അതിനെന്ത് ചെയ്യണം? മെസ്സേജ് ഇടുക, ബ്ലോക്ക് ചെയ്തേക്കുക. അവർ വായിച്ചോട്ടെ, നമ്മൾ ഹാപ്പിയാണെന്ന്, നമ്മുടെ എല്ലാ വിശേഷങ്ങളും അറിയട്ടെ. പക്ഷേ വായിച്ചു എന്നുണ്ട് ഉടനെ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്തേക്കുക. അവരുടെ നമുക്ക് റെസ്പോണ്ട് അറിയണ്ട, അവരുടെ വിശേഷങ്ങൾ അറിയണ്ട, ഒന്നും വേണ്ട. പക്ഷേ നമ്മുടെ ഭാഗം നമ്മൾ അങ്ങോട്ട് അറിയിപ്പിക്കുന്നു. എങ്ങനെയുണ്ട് ഐഡിയ? ചെയ്തു നോക്കുക. എനിക്കറിയില്ല, ഒരു ഐഡിയ തോന്നിയത് പറഞ്ഞു, അത്രേ ഉള്ളൂ. കൊല്ലാൻ വരരുത്.